നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു വർഷം മാത്രം ബാക്കി നിൽക്കെ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് തീയതി എപ്പോൾ പ്രഖ്യാപിക്കുമെന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. ചീഫ് ഇലക്ടറൽ ഓഫീസർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് ചെയ്യാനുള്ള ജോലികളെല്ലാം പൂർത്തിയാക്കി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. മാർച്ച് അവസാനത്തോടെ തിരഞ്ഞെടുപ്പ് തീയതി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചേക്കുമെന്നാണ് മുന്നണികളുടെ പ്രതീക്ഷ. ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഒഴിവ് വന്നാൽ 6 മാസത്തിനകം തിരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് ചട്ടം. അങ്ങനെ നോക്കുമ്പോൾ ജൂലൈ 13 മുമ്പ് നിലമ്പൂരിലെ ഒഴിവ് നികത്തണം. അത് കഴിഞ്ഞാൽ മാസങ്ങൾക്കകം നിയമസഭയിലേക്ക് പൊതു തിരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ 2021 പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പ് ചവറ, കുട്ടനാട് തെരഞ്ഞെടുപ്പുകൾ നടത്താതെ ഒഴിച്ചിട്ടതുപോലെയുള്ള ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നും കാത്തിരുന്ന് കാണാം. 2020 ചവറ MLA വിജയൻപിള്ളയും കുട്ടനാട് MLAയും മുൻ മന്ത്രിയുമായ തോമസ് ചാണ്ടിയും അന്തരിച്ചത്. തൊട്ടു പിന്നാലെ കോവിഡ് വ്യാപനവും ലോക്ക്ഡൌണും എത്തി. ഈ സാഹചര്യത്തിൽ അന്ന് ഉപതെരഞ്ഞെടുപ്പുകൾ വേണ്ടെന്ന് വെക്കുകയായിരുന്നു. രാഷ്ട്രീയ പാർട്ടികൾ ഈ തീരുമാനം അംഗീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത്തവണ പൊതു തിരഞ്ഞെടുപ്പിന് മുമ്പ് സംസ്ഥാനത്തെ സാഹചര്യം അറിയാനുള്ള അവസാന അവസരമെന്ന നിലയിൽ രാഷ്ട്രീയ പാർട്ടികൾ എന്ത് തീരുമാനമെടുക്കുമെന്നതും നിർണായകമാകും. തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ UDF വിജയ സാധ്യത പരിഗണിച്ച് VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന അഭിപ്രായം രാജിവെച്ചതിന് പിന്നാലെ PV അൻവർ പരസ്യമായി പറഞ്ഞിരുന്നു. താൻ 2016 തോൽപ്പിച്ച ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കാതിരിക്കാനുള്ള മുൻകരുതൽ കൂടിയായിരുന്നു അൻവറിന്റേത്. എന്നാൽ ഈ പ്രസ്താവന കോൺഗ്രസിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുമെന്ന കണക്കുകൂട്ടലിലാണ് CPM. ആര്യാടിന് പകരം VS ജോയാണ് സ്ഥാനാർത്ഥിയെങ്കിൽ ഷൗക്കത്തിനെ ഇടത് സ്വതന്ത്രനായി മത്സരിപ്പിക്കാൻ CPM ആലോചിച്ചേക്കും. എന്നാൽ അൻവറിന്റെ കാര്യത്തിൽ ഇടത് സ്വതന്ത്രനെ ഇറക്കിയുള്ള പരീക്ഷണം പാർട്ടിക്ക് തന്നെ തിരിച്ചടിയായി മാറിയ സാഹചര്യവും CPM-ന് മുന്നിലുണ്ട്. അങ്ങനെയാണെങ്കിൽ നിലമ്പൂരുകാരനും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ M സ്വരാജിന് നറുക്കുവീഴും. 2016 തൃപ്പൂണിത്തുറയിൽ നിന്ന് വിജയിച്ച സ്വരാജ് 2021 നേരിയ ഭൂരിപക്ഷത്തിലാണ് K ബാബുവിനോട് പരാജയപ്പെട്ടത്. അതേസമയം CPM-മായി പിണങ്ങിയ PV അൻവർ MLA സ്ഥാനം രാജിവെച്ചിട്ട് 2 മാസം പിന്നിടുന്നു. നിയമസഭ ചേംബറിലെത്തി സ്പീക്കർ N ഷംസീറിനെ കണ്ടായിരുന്നു അൻവർ രാജിക്കത്ത് കൈമാറിയത്. കാലാവധി തീരാൻ 1.5 വർഷം ബാക്കി നിൽക്കെയാണ് അൻവർ MLA സ്ഥാനം രാജിവെക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന PV അൻവറിന് മുന്നിൽ അയോഗ്യത ഭീഷണിയുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലായിരുന്നു രാജി. സ്വതന്ത്രനായി മത്സരിച്ച് വിജയപ്രതിനിധി പദവി രാജിവെക്കാതെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുകയാണെങ്കിൽ അയോഗ്യത നേരിടേണ്ടി വരുമെന്നാണ് ചട്ടം. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ UDF-ഉം അൻവറും എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് പ്രധാനമാണ്. UDF പ്രവേശനത്തിനായി അൻവർ പലതവണ ശ്രമിച്ചെങ്കിലും മെല്ലെപ്പോക്ക് നയമാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. ഒരുപക്ഷെ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അൻവർ തന്നെ മത്സരിക്കാനാണ് സാധ്യത. തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയും ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി മുന്നോട്ട് വെച്ച നിർദ്ദേശവും ഇതായിരുന്നു. തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ രാജ്യസഭാ സീറ്റ് തൃണമൂൽ അൻവറിന് വാഗ്ദാനം ചെയ്തതായും സൂചനയുണ്ട്. എന്നാൽ അൻവറിനെ നിലമ്പൂരിൽ പിന്തുണച്ചാൽ അത് മലപ്പുറത്തെ കോൺഗ്രസിനുള്ളിൽ വലിയ എതിർപ്പുകൾക്ക് ഇടയാക്കും. UDF-ലേക്ക് കടക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായി ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ മത്സരിക്കാതെ UDF-നെ പിന്തുണച്ചുകൊണ്ട് അൻവർ മാറി നിൽക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. UDF-ഉം LDF-ഉം പിന്തുണയ്ക്കാതെ വരികയും നിലമ്പൂരിൽ പരാജയപ്പെടുകയും ചെയ്താൽ അത് അൻവറിന് വലിയ തിരിച്ചടിയാകും. ഈ സാഹചര്യത്തിൽ UDF-നോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരക്ഷിതമായ സീറ്റ് ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾ അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായേക്കും.